ഹിന്ദി ഹൃദയഭൂമിയിൽ ആറാടി മോദിജി. ചങ്ക് തകർന്ന് രാഹുൽ ഗാന്ധി. യെച്ചൂരിയുടെയും കൂട്ടരുടെയും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. രാജസ്ഥാനും ഛത്തീസ്ഗഡും മോദിജി ഇങ്ങെടുക്കുക. മധ്യപ്രദേശിൽ കണ്ണുവെച്ചവരും ആ വെള്ളം കിട്ട് മാറ്റിവെച്ചേക്ക്. സർവം മോദിമയം. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അത് മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ 3 BJP കൊണ്ടുപോയി. അപ്പൊ ഇനി രാജ്യത്തെ 12 സംസ്ഥാനങ്ങളാണ് BJP ഭരിക്കാൻ പോണത്. BJPക്കാര് വല്ലാണ്ട് ഷോ കാണിക്കുന്നു കണ്ടട്ടാ. രണ്ടാമത്തെ വലിയ ദേശീയ പാർട്ടിയായി കോൺഗ്രസ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ട്ടാ. എത്ര സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ? അത് പിന്നെ 3. എനിക്ക് സങ്കടമൊന്നുമില്ല. പാവൻ രാഹുൽജി, ഇന്ത്യയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നടന്നിട്ട് പോലും ഒരു ഉപകാരം ഉണ്ടായില്ലല്ലോ. എന്തോ എവിടെയോ ഒരു പിഴവ് പറ്റിയിരിക്കുന്നു. അല്ലെങ്കിലും നിങ്ങളൊന്നും രാഹുൽജിയെ അർഹിക്കണില്ല. ഇനിയിപ്പോ അത് പറഞ്ഞ് ആശ്വസിക്കാം. മധ്യപ്രദേശ് ജയിക്കുമെന്ന് നമ്മൾ കരുതിയ സ്റ്റേറ്റാണ്. രാജസ്ഥാനിലും ഈ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും ആന്റി ഇൻകംബൻസി ഫാക്ടറും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷെ മധ്യപ്രദേശിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതന്നെ, എന്തുട്ടാ ഇവിടെ നടന്നത് ഒന്നും അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റണില്ല. മൊത്തം ഒരു വെടിയും പോകുക മാത്രം. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ജയിക്കുന്ന നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെന്ത് പറ്റിയാവും? 6 മാസക്കാലമായിട്ട് ഈ 5 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സീനിയർ ഒബ്സർവർമാർ 5 സ്റ്റേറ്റുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് തല ഒബ്സർവർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ സമിതികൾ ചർച്ച നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിന് അന്തിമ രൂപം നൽകുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് എല്ലാത്തിനും റെഡിയായി നിൽക്കുകയാണ്. ഈ 5 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാർ രൂപീകരിക്കും. ഈ 5 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാർ രൂപീകരിക്കും. പിന്നെ മധ്യപ്രദേശ് ഒരു ട്രഡീഷണലി ഒരു BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. പറഞ്ഞു വരുമ്പോ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലൊക്കെ BJPക്ക് സ്വാധീനം ഉണ്ടെന്ന് സാരം. അല്ല, അപ്പൊ നിങ്ങളൊക്കെ ഇത്ര നാളും നാട്ടുകാരോട് എന്തൊക്കെ വീരവാദങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നേ? കർണാടകയില് BJP തോറ്റപ്പോ എന്തായിരുന്നു? മോദി ബ്രാൻഡിനി ഇല്ല, തീർന്നു, മോദി എന്ന വൻമരം വീണു. എനിക്ക് അപ്പോഴേ തോന്നി അങ്ങനെ പടക്കക്കട ഗുദാഹവ. ട്രൈബൽ മേഖലയിൽ, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കിയില്ല. സർഗൂജ, ബസ്തർ, കാങ്കേർ ഈ മേഖലകളാണ് നമുക്കെപ്പോഴും പിന്തുണച്ചുകൊണ്ടിരുന്നത്. ആ മേഖലകളിൽ ഒരു തിരിച്ചടി കാണാൻ കഴിയുന്നുണ്ട്. ട്രൈബൽ വോട്ടുകൾ ഭിന്നിച്ചു പോയത് ഒരു പ്രധാന കാര്യമായി കണക്കാക്കാം. പിന്നീട് ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല മന്ത്രിമാരും ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ശതമാനം മന്ത്രിമാര്. അത് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് തന്നെ അടി ഉണ്ടാക്കുന്ന ഒരു നാട് ലേബല്. അവരുടെ കയ്യിൽ നാട് നന്നാക്കാൻ ആര് കൊടുക്കും? അങ്ങനെയല്ല, നമ്മുടെ കോൺഗ്രസ്സുകാര് സത്യത്തിലും അഹിംസയിലും വിട്ടുകൊടുക്കലിലൊക്കെ വിശ്വസിക്കുന്നവരാ. അവർക്ക് അധികാരമൊന്നും വേണ്ട, സീറ്റും സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ തന്നെ എടുത്തു, നമുക്കൊന്നും വേണ്ട. ഈ രാജ്യം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. തകർപ്പൻ വിജയമാണ് സെമി ഫൈനലിൽ NDAക്കുണ്ടായിരിക്കുന്നത്, BJPക്കുണ്ടായിരിക്കുന്നത്. ജനങ്ങളെ ജാതി കാർഡ് ഉപയോഗിച്ച് ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്നുള്ള കോൺഗ്രസിന്റെയും കൂട്ടാളികളുടെയും കണക്കുകൂട്ടലാണ് ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. വലിയ മുന്നേറ്റം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ഉണ്ടാകും എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഒരു കാര്യത്തിൽ മാത്രം കോൺഗ്രസിന് ഐക്യണ്ടായിരുന്നു, തമ്മിലടിക്കാൻ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഉള്ളതും കൂടെ പോയി കിട്ടിയില്ലേ? ന്യൂനപക്ഷ മേഖലകൾ പോലും തിരിഞ്ഞു നോക്കില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം, അല്ലാണ്ട് എന്തുറ്റ പറയുക. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ശരിയായ അർത്ഥത്തിൽ BJPക്കെതിരെയുള്ള പോരാട്ടം നയിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തമ്മിലടി ഒരു പ്രധാന പ്രശ്നമായി വരികയാണ്. അല്ല, ഇതാരിത്? കനലൊരു തരി പോലും ഇല്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ഉപദേശം കൊടുക്കാൻ 100 നാവാം. കേരളത്തിന്റെ തുടർഭരണത്തിന്റെ കാരണം കേരളത്തിലെ മികച്ച ഭരണമാണ് എന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് BJPക്കെതിരെ ശരിയായ അർത്ഥത്തിൽ മതനിരപേക്ഷ ബദൽ ഉയർത്തിപ്പിടിച്ച്
മുന്നോട്ട് പോകുന്ന കേരളത്തിലെ LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJPക്കൊപ്പം നിൽക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പലരും BJPയുടെ അണ്ടർ കവർ ഏജൻസാണ്. ഇത് തുടരുകയാണ്. ഇവരെ തിരിച്ചറിയണം. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ BJP നേതാവ് സുരേന്ദ്രനേക്കാൾ സന്തോഷവാനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ സന്തോഷം BJP ജയിച്ചതും കോൺഗ്രസ് വടക്കേ ഇന്ത്യയിൽ പരാജയപ്പെട്ടുമാണ് 3 സംസ്ഥാനങ്ങൾ. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിനെ ഉപദേശിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് പരാജയം ഉണ്ടായി, പക്ഷെ കോൺഗ്രസിൻ്റെ നയപരമായ സമീപനങ്ങളിലൊന്നും ഞങ്ങൾക്ക് പിണറായി വിജയൻ്റെ ഉപദേശം തന്നെ. ഞങ്ങളുടെ പകൽ BJP വിരോധം സംസാരിക്കുകയും രാത്രിയാവുമ്പോൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഘപരിവാറുമായി കോംപ്രമൈസ് ചെയ്യുന്ന, സന്ധി ചെയ്യുന്ന പിണറായി വിജയൻ്റെ ഉപദേശം കേരളത്തിലെയോ ദേശീയ തലത്തിലെയോ കോൺഗ്രസിന് വേണ്ട. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി? രാജസ്ഥാനിലുണ്ടായ ഒരു തരി കനലും അണഞ്ഞു. മിക്കയിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. കർഷക സമരങ്ങളൊക്കെ മുൻനിർത്തി ഒരു കീച്ചാന്ന് വിചാരിച്ചതാ. വിപ്ലവമൊന്നും അങ്ങോട്ട് ഏൽക്കണില്ലെന്ന് തോന്നുന്നു. എന്നാലും വെയിലും മഴയും മഞ്ഞും കൊണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തിയതിന്റെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായില്ലേ. എല്ലാം താങ്ങാനുള്ള ശക്തി രാഹുൽജിക്ക് കൊടുക്കണേ. ഇതൊക്കെ കണ്ട് ധൃതംഗ പുളകിതരായിരിക്കുന്ന മിത്രങ്ങളോടാണ്. അതാ മിസോറാമിലേക്കൊന്ന് നോക്കൂ. മണിപ്പൂർ വിഷയം ചർച്ചയായ മിസോറാമിൽ ഭരണകക്ഷിക്ക് അധികാരം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തോറ്റു. 40 സീറ്റിൽ BJPക്ക് കിട്ടിയത് 2 സീറ്റ്. ജനാധിപത്യപരമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അല്ല, ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അപ്പോ മോദിജിയോടും രാഹുൽജിയോടും ഒന്നേ പറയാനുള്ളൂ, ഈ സമയവും കടന്നുപോകും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.